ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞൊല്ലം മേടിച്ച ചിക്കനും കൊണ്ട് ഇക്കൊല്ലൊരു ചിക്കൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞൊല്ലം മേടിച്ച വെച്ചാണ്. പിന്നെ ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ ചൂടാന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ കോയിന് മേടിച്ചു കൊണ്ടതാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് എനിക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആയിരുന്നു. അപ്പം അന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പിറ്റേന്ന് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇന്നലെയാണ് കേട്ടോ ഇത് പൊള്ളിച്ചത്. അപ്പോൾ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ 4 പീസാക്കി. ഈ 4 പീസിന് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്തു. ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് അതിനെ നന്നായിട്ട് എല്ലാ വശവും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് കീറിക്കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരി, തക്കാളി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒരു മസാല തയ്യാറാക്കി. അതിന് ഞാൻ നന്നായിട്ട് ആ മസാല അതിലേക്ക് തേച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേ. അതിന് ശേഷം ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് മുറ്റത്താണ് കനൽ കൂട്ടിയത് കേട്ടോ. നമ്മളടുത്ത് ഗ്രില്ലും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ വെറുതെ നമ്മളൊന്ന് തീയിട്ട് കനലുണ്ടാക്കി അതിൽ വെച്ച് ചൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വിറകൊക്കെ കത്തിച്ച് ഏകദേശം കനലൊക്കെ ആക്കിയെടുത്തതിന് ശേഷം ഈ ചിക്കനെ ഞങ്ങളൊരു വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് അതിലേക്ക് 3 ഫോയിൽ പേപ്പർ ചുറ്റി കൊടുത്ത്, എന്നിട്ട് കനൽ നന്നായിട്ട് വകഞ്ഞ് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇതിട്ട് വെച്ച് കൊടുത്ത്, അതിന് ശേഷം മേലെ കനലും 2-3 വിറകും വെച്ച് ഒന്ന് ചെറുതായിട്ട് തീയാക്കി കൊടുത്തു കേട്ടോ. അതിന് ചുറ്റും ഞങ്ങളെല്ലാവരും നിന്ന് ഇത് വേവുന്നത് നോക്കിയിരിക്കുകയാണ്. അത് അപ്പം തന്നെ ഞങ്ങൾക്ക് എന്നാൽ പുറത്തുനിന്ന് തന്നെ ഇതിനേക്ക് വേണ്ട ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊന്ന് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്ത് തന്നെ വേറൊരു അടുപ്പ് കൂട്ടിയിട്ട് ഞങ്ങൾ അതിലേക്ക് ഭൂരിയും ചുട്ട്. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറായപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കനലൊക്കെ മാറ്റി കൊടുത്ത്, കനൽ മാറ്റുന്നതിൻ്റെ ഇടയിൽ ചേർക്കാൻ കൈയൊന്ന് ചെറുതായിട്ട് പൊള്ളി. അങ്ങനെ കനലൊക്കെ മാറ്റി ഞങ്ങളൊരു വാഴൻ്റെ ഇല മുറ്റത്ത് വിരിച്ചിട്ട് അതിലേക്ക് ഈ പൊതിഞ്ഞ് വെച്ച സാധനം എടുത്ത് വെച്ചു. അതിന് ശേഷം ഞങ്ങളതിങ്ങനെ പൊളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഫസ്റ്റൊക്കെ ഫോയിൽ പേപ്പറും വാഴൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഉള്ളിലുള്ളതും ഏകദേശം കരിഞ്ഞു. എന്താ വെച്ചാൽ ഡയറക്റ്റ് കനലിലേക്ക് ഇട്ടതല്ലേ, കരിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോന്ന് പൊളിച്ച് നോക്കി ചിക്കൻ്റെ അടുത്തെത്തി നോക്കുമ്പോൾ ചിക്കൻ കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അങ്ങനെ അവരവിടുന്ന് അത് പൊളിച്ച് തിന്ന് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല വെന്ത് നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് അകത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഏകദേശം അപ്പോഴത്തേനൊരു 11:30 ആയിട്ടുണ്ട് കേട്ടോ രാത്രി. പിന്നെ ഞങ്ങൾ കട്ടൻ ചായയും ഭൂരിയും ചിക്കനും കഴിച്ചു. ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.